ഇതാണ് കടയുടെ ഫ്രണ്ട് വശത്ത് കൂടെ നമ്മൾ കയറുമ്പോൾ നേരിട്ട് കാണുമ്പോണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ വണ്ടി കിടക്കുന്നു. ആർമിക്കാർക്ക് വേണ്ടി മാത്രം വരുന്നത് ഇങ്ങോട്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു. ഇവിടുന്ന് ഇനിയും 4:30 ആകുമ്പോൾ ഈ വണ്ടി എടുക്കും. ഇപ്പം 4:15. നമുക്ക് ഇതിൽ ആൾക്കാരുടെ കൊടുത്ത് ആർമിക്കാരുടെ കൊടുത്ത് ട്രാവൽ ചെയ്യാം. ഓക്കെ. ഇറങ്ങി ഇവിടെ ഇറങ്ങി ബസ് ഗോപേശ്വറിലോട്ടുള്ള ഗോപേശ്വർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് പിന്നെയും ഒരു ഷെയറിംഗ് ടാക്സി എടുത്ത് വേണം ചോപ്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫൈനൽ ബേസ് ക്യാമ്പിലോട്ട് പോകാം. ബാഗ് വേണ്ട, ഇതും വെക്കണോ? ഉണ്ടല്ലോ, 8 പേരുണ്ട്. ഇനി എല്ലാവരും കൂടെ ഷെയർ അടിച്ചു പോവാം. ഇവിടുന്ന് 30 രൂപയുള്ളൂ ഗോപേശ്വർ. നമുക്ക് ഇങ്ങോട്ട് വരാൻ അവിടുന്ന് ഇവിടെ വരെ വരാൻ 145 ഒരാൾക്ക്, രണ്ടുകൂടെ 290 ആയി. ഇവിടുന്ന് അങ്ങോട്ടൂടെ 2 പേർക്ക് 60, മൊത്തം 350 രൂപയ്ക്ക് നമുക്ക് ഗോപേശ്വർ എത്താം. അവിടുന്ന് പിന്നെ ചോപ്തയിൽ പോകണം. ഗോപേശ്വർ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് കുറേ ഷെയർ ടാക്സീസ് ഉണ്ട്, അവിടുന്ന് ചോപ്തയിലോട്ട് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡിനും ചിലവായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും. അതെ, കഴിക്കുന്നതിനെയും കൊണ്ട് വേറെ ആൾക്കാരും വരും. ഞങ്ങളപ്പം നോക്കുക ഇങ്ങനെ ഏതേലും ഒക്കെ കട എന്തേലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കുക. വഴി തടഞ്ഞു. ചേട്ടാ കയറിപ്പോട്ടെ. ഖാനക്കായൊക്കെ ഇതാണ് കടയുടെ ഫ്രണ്ട് വശത്ത് കൂടെ നമ്മൾ കയറുമ്പോൾ എന്തോ പോലെ അല്ലേ? ആണോ? ചിക്കനൊക്കെ കഴുകി എടുക്കും. നമുക്ക് അപ്പുറത്തോട്ട് തന്നെ പോകാം. അപ്പുറത്തുനിന്ന് കഴിക്കാം. അത് നല്ല മൂവിങ് ആയിട്ടുള്ള കടയാണ്. നമ്മൾ ബാക്ക് ടു ഈ മെയിൻ കടയിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ സാധനം. ഇനിയും ചോല്, കടി, ചോറ്, മുട്ട. ഇതിനകത്ത് ചോലയുണ്ട്, ദാലുണ്ട്, മുട്ടയുണ്ട്, ചോറുണ്ട്, അതൊക്കെ കുറേ ഉണ്ട്. എങ്ങനെയുള്ളോ ടേസ്റ്റ്? ഉള്ളോ? ആ മുട്ടയും കൂടി ഇതിനകത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇച്ചിരി കൊള്ളാം. ഇതിനകത്തുണ്ടല്ലോ ഇവര് ആ വെജീസ് എല്ലാം ഉണ്ടല്ലോ ചീകി ഇട്ടേക്കുന്നത്. ചീകി ഇട്ടേക്കുന്നുണ്ട്. ആ ഒരു കുടിക്കാൻ നല്ല രസമാണല്ലോ. കുടിക്കാൻ ഒരു സുഖമുണ്ട്. मौत का तो कोई हिसाब नहीं बनता, कब आ जाए। गलत कह रहा हूँ, कभी भी आ सकती है। वो गाड़ी अभी आया उसमें बैग है, पूछ बैग है। ആള് വരുമ്പോ ഇവന്മാര് കുറയ്ക്കുമെന്നാ പറഞ്ഞത്. ഇപ്പൊ പറയുക ഒരാള് 400 വെച്ച് തരാൻ. അപ്പൊ എത്ര? 2400. ഇപ്പൊ അമ്മ എന്നിട്ട് പറയുക ആള് കൂടിയപ്പോ പറയുക 2500 ആണ്. എന്തോ പറയാനാ? എന്താ പറയാനാ? 2000 കൊടുക്കും. 2000 കൊടുക്കും. അതുകൊണ്ട് അമ്മമാര് പോകും. ഇവിടെ റോഡ് പണി നടക്കുമായിരുന്നു ഇത്ര നേരം. ഞങ്ങളൊരു 3/4 മണിക്കൂർ കടന്നില്ല. 3/4 മണിക്കൂർ അവിടെ റോഡിൽ നിർത്തിയിട്ടിരിക്കുമായിരുന്നു വണ്ടി. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഫുള്ള് ബ്ലോക്കാണ്, മേട് വരെ. ഇവിടുത്തെ റോഡുണ്ടല്ലോ ഫുള്ളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞുള്ള റോഡും കാര്യങ്ങളും. പക്ഷെ അണ്ണന്മാര് പോകുന്ന പോക്കുണ്ടല്ലോ, ഒരു അവർ NH പോകുന്ന പോലെ ഇവിടെ പോകുന്നത്. ആൻഡ് നല്ല കൺട്രോളും സമ്മതിക്കണം ഇവന്മാരുടെ ഓടിയിൽ. ഓപ്പോസിറ്റിൽ കൂടെ ഒരു വളവിലൊക്കെ ഒരു വണ്ടി കയറി കൊണ്ട് വന്നു കഴിഞ്ഞാൽ 2 പേരും അത് ഹാൻഡിൽ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടാണ്. അണ്ണന്മാരെ എൻ്റെ ബ്രാൻഡായിട്ട് വന്ന് കയറി അങ്ങ് നിന്ന് കൈ കാണിച്ചു നിർത്തി, അവരൊന്ന് കയറി. അണ്ണന്മാര് കൊള്ളാം കേട്ടോ. അവര് വണ്ടിയിൽ കയറി അണ്ണന്മാര് കിളികളാ. ഞങ്ങളിവിടെ ഇപ്പോൾ ചോപ്തയിലെത്തി. ഇനിയും റൂം തപ്പാൻ ഇറങ്ങണം. ഇവിടെ ഇപ്പോൾ 2 പേർക്ക് റൂം ചോദിക്കുമ്പോൾ 4000 പറയുന്നത്. പലരും കൂടി ഷെയറിങ് നോക്കുമ്പോൾ ഒരാൾക്ക് 1000 വെച്ചാണ് ചോദിക്കുന്നത്. അവിടെ എല്ലാം 4000 ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി നോക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ചും ഇങ്ങോട്ട് മാറി വന്നു. പക്ഷെ ഇവിടെ എല്ലാം ഏകദേശം ആ റേറ്റ് തന്നെ. ഭയങ്കര തിരക്കാണ് ഇവിടെ ഇപ്പോൾ.
നമ്മളങ്ങനെ ലാസ്റ്റിൽ ഇവിടെ അടുത്ത് തന്നെ ഒരിടത്ത് കിട്ടി. പക്ഷേ ഷെയർ ചെയ്യുക, 6 പേരൂടെ ഒരാൾ 600 വെച്ച്. നമ്മൾ വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ടാക്സിയിലുണ്ടായിരുന്ന 2 പേരും വേറെ 2 പേരെ കിട്ടി. ഇതാ റൂം, ഇതാ 2 ബെഡുണ്ട്, ഒരു ടോയ്ലറ്റ്, എല്ലാവർക്കും കിടക്കാൻ സ്ഥലമുണ്ട്. ഈ ഒരു നൈറ്റ് നമുക്ക് സുഖമായിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കാം. നമ്മൾ ഉച്ച കഴിഞ്ഞൊന്ന് കിടന്നു ഉറങ്ങാൻ നോക്കി, പക്ഷെ ഉറക്കമൊന്നും വലിയായിട്ട് കാണുന്നില്ല. ഇനിയും താഴോട്ട് ചുമ്മാ എന്തേലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം നമ്മുടെ കൂട്ടത്തിൽ 6 പേരുള്ളതിൽ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനിങ്ങോട്ട് ഇറങ്ങി അവരുടെ കൂട്ടത്തിൽ പോയി കഴിക്കാൻ നോക്കാം. ജോ അവിടെ റൂമില്ല, അവനിപ്പോൾ കഴിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കഴിക്കും. ഹായ്. हम अभी है खाने एक्चुअली बोल सकते हो, लंच डिनर जो भी है यही है, तो अभी यही खाएंगे. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. മറ്റേ ചേട്ടൻ ആലു പൊറോട്ട ഞാൻ കഴിച്ചു കഴിഞ്ഞു, ചേച്ചി കഴിച്ചോണ്ടിരിക്കുന്നു. ചേട്ടൻ കഴിച്ചു കഴിഞ്ഞ് അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, പട്ടിക്കുട്ടിക്ക് കൊടുക്കാൻ 3 ബിസ്ക്കറ്റും മാറ്റി വെച്ചു. ഒരു റൊട്ടി കഴിച്ചു, പക്ഷെ വയറ് നിറഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഒത്തിരി കഴിക്കാനും തോന്നുന്നില്ല. ഒരു 12:30 ആകുമ്പോൾ വെളുപ്പിനെ കയറാനൊരുങ്ങും. കഴിപ്പ് കഴിഞ്ഞ് നമ്മളിവിടെ അടുത്ത് നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വാലി, അങ്ങോട്ട് പോവാം. അങ്ങനെ ഇവിടെ ലോക്കലി കാണാനൊന്നുമില്ല, ഇങ്ങനെ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതും ഞങ്ങൾ ഇത്രയും നാളും കണ്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം അതിനൊന്നും തോന്നുന്നില്ലല്ലേ. ഞങ്ങൾ ഔളിയിൽ 2 നൈറ്റ് നിന്ന് കഴിഞ്ഞിട്ട് ലിറ്ററലി മെഡോസും വാലീസും ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് കണ്ടിട്ട് കൊള്ളാം, നമുക്ക് അതുണ്ട്, ആ ഒരു കിക്കുണ്ട്. പക്ഷെ ആദ്യം കാണുന്ന ഒരു സാധനം കിട്ടത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ താഴത്തെ വ്യൂ പോയിന്റ് വന്നു. ഞാൻ, ജോ, നമ്മുടെ ചേട്ടൻ, നമ്മുടെ ചേച്ചി സുമൻ और सुधा सुसु. क्या गंदा फोटो खींचा है बे, फिर से सॉरी यार, ഇവിടെ അടിയാണ്. सेम टू सेम कॉपी करना है, नहीं हो पा रहा है. आ रहा है क्या मेरा चेहरा आ रहा है. ജോ കഴിക്കുന്നു, അവര് അവിടെ ഇരിക്കുന്നു. എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. भाई मैं वहाँ पे बैठ के इसको सब्सक्राइब करना है. सही है बस है ब्रो. आदि का 2 शॉट्स एक्स्ट्रा ले लो. आंटी एक हाय बोलो ना. हाय. 11 മണിയായി. 11 മണിയായപ്പം നല്ല മഴയായതുകൊണ്ട് എല്ലാവരും ഉറങ്ങി. രണ്ടര വരെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു. കയറുക ഞങ്ങൾ ഫുൾ റെഡിയാണ്. നല്ലോണം ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. കൂരിട്ടാണ് ഇവിടെ, ഒന്നും കാണത്തില്ല. ഞങ്ങൾ ഹാഫ് വേ കഴിഞ്ഞ് ഇനി ഒരു 2 കിലോമീറ്റേഴ്സോളം ഉണ്ട്. ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ്. വ്യൂ കാണിച്ചാ ബ്യൂട്ടിഫുൾ. രാവിലെ മഴ പെയ്തോണ്ട് ഞാൻ കരുതിയതിനെക്കാട്ടി നല്ല വ്യൂ ഉണ്ട്. ആ പീക്ക് കാണിച്ചേ. പീക്ക് കണ്ടോ? കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ സ്നോയി പീക്സ് പോകണം. ഇനി നമുക്ക് കുറേ പോകാനുണ്ട്. ഇപ്പോഴേ ക്ലൗഡ്സിൻ്റെ മേളിലാണ് കോട വരുന്നുണ്ട്. നല്ല രീതിക്ക് കയറുന്നുണ്ട്. 2 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക്. 5:10 സൺറൈസ്. അതിന് മുന്നേ നമ്മൾ എന്ത് വേണേലും അവിടെ എത്തും. എത്ര മണിയായി ഇപ്പം? 4:40 ആയി.
നമ്മളിനി സ്പ്രിന്റ് ചെയ്യാൻ പോവുക അപ്പിൽ. കാരണം സൺറൈസ് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനായിട്ട് നമ്മൾ കുറേ എഫേർട്ട് ഇട്ടോ സൺറൈസിന്. ഈ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ പോയിന്റ് ആയത്. അതെ, എത്താറായിട്ടുള്ള ഇനിയും ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, തുംഗ്നാഥ് ടെമ്പിൾ. അത് കഴിഞ്ഞിട്ട് 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളിനിയും പെട്ടെന്ന് പോകാണ്ട് ഫോഗ് പിന്നെ കയറുന്നുണ്ട് നല്ല രീതിക്ക്. ഇതിവിടെ താഴെയുള്ള ബേസ് ക്യാമ്പാകും. കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ കുറേ ആശ്രംസും ഒക്കെ ഉണ്ട്. ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ വന്നിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാം. यही है ना टेम्पल? भैया इधर से चंद्रशिला पीक तक कितना रहेगा? 1 किलोमीटर। 1 वो देखो भाई, वो पीक देखो। भाई क्या सुंदर दिख रहा है यार। अरे हाँ सच में 1 किलोमीटर more. नीचे आने कर. ഓക്കെ, ഫോഗ് നല്ല രീതിയിലായിട്ടുണ്ട്. ഒന്നും കാണത്തില്ല ലിറ്ററലി. ഇതുവരെയുള്ള ടെറൈൻ പോലെ അല്ല കേട്ടോ. ഇനി അങ്ങോട്ട് തുംഗ്നാഥ് വരെ അത്യാവശ്യം റോക്സ് എല്ലാം ഇങ്ങനെ പാകി ഇട്ടിരിക്കുമായിരുന്നു ഒരു പേയ്മെൻറ്റ് പോലെ. ഇനി അങ്ങോട്ട് പൂരാ റോക്സ് ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത്. എല്ലാവരും ഇങ്ങനെ അടുക്കി വെക്കുന്നതാണോ അതോ എന്താ ഇത്? അടുക്കി വെക്കുന്നതാടാ. അതിനെന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. മേളിലോട്ടൊന്നും കാണത്തില്ല. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ആ വഴി, പക്ഷെ അങ്ങോട്ടൊന്നും ഇവിടുന്ന് കാണത്തില്ല. അങ്ങോട്ട് പോയി നോക്കാം. നല്ല എലിവേഷനാണ് ഇവിടെ കാണിക്കുക. വീഡിയോ കാണുമ്പോൾ എന്തോരം മനസ്സിലാവുന്ന അറിയത്തില്ല, പക്ഷേ നല്ല രീതിയിൽ എലിവേറ്റഡ് ഉണ്ടോ. ഈസ്റ്റ് അതാ, നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്നിട്ട് സൺറൈസ് പിടിക്കണം. ഫൈനലി നമ്മൾ പീക്കിലെത്തി. ആ വ്യൂ ഉണ്ടോ? ദാറ്റ്സ് ദ ബെസ്റ്റ്. ഇതിലത്ര കാണത്തില്ല, പക്ഷേ ആ സൺലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ഗോൾഡൻ കളർ പോലെ ഗ്രേഡിയൻറ്റ് കളർ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ആ ഹിമാലയൻ പീക്സ് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ഔട്ട്ലൈൻ കണ്ടോ, ഇത് ഫുൾ ആ പീക്സാണ്. നമ്മുടെ ക്യാമറയിൽ അത്രയും കാണത്തില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോണ്ടല്ലോ, ഓ ദാറ്റ്സ് എ സൺറൈസ്. എത്ര നേരത്തെ ട്രക്കായിരുന്നാ? 3 മണിക്കൂർ നമ്മൾ മെല്ലെ വന്ന് കുറേ അടുത്ത്. ശരിക്കും ഉണ്ടല്ലോ, എനിക്കിത് കയറി കഴിഞ്ഞപ്പോൾ തോന്നി എന്തോന്നു, കൽസുബയിലോട്ട് കയറിയുണ്ടല്ലോ, ഹോൾ ട്രെക്കിന്റെ ടെറൈൻ ഉണ്ടല്ലോ, ടോട്ടലി ഡിഫറെന്റ്. ഇവിടെ ഫുൾ പാത്ത് വേ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കല്ലുകൊണ്ട്. കൽസുബയുടെ വീഡിയോ ജിക്കള് പോയി കാണാം. അത് എന്തായിരുന്നു അറിയോ? ഡിസ്റ്റൻസ് ഓൾട്ടിറ്റ്യൂഡിലുള്ള ഒന്നുമല്ല ട്രെയിനില്ല കാര്യം. ഇത് 3690 മീറ്റേഴ്സ് ആയതിൻ്റെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്. അത് 1600 ഉള്ളൂ. പക്ഷെ ട്രെയിൽ വൈസ് നോക്കുമ്പം അയ്യോ, അത് മാത്രമല്ല ഇവിടെ ഞങ്ങൾക്ക് വന്ന ഡിഫിക്കൽട്ടീസ് പോലെ അല്ലായിരുന്നു. അവിടെ കാറ്റടിച്ച് ഞങ്ങൾ പറക്കുമായിരുന്നു. എന്താണേലും ഇവിടെ എത്തിയപ്പോൾ ഒരു സന്തോഷമല്ലേ. സണ്ണുണ്ട്, സണ്ണിനെ കാണാറുന്ന ഈ കൈക്കുള്ളിൽ ഇങ്ങനെ വെക്കായിരുന്നു അല്ലേ ജോ? കൈക്കുള്ളിൽ അങ്ങനെ കുറേ ഒന്നും വെക്കണ്ട കേട്ടോ. എന്നാ ഈ ട്രെക്കിന്റെ ഏറ്റവും ഹാർഡസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ തുംഗ്നാഥ് കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള അതാണ് ഏറ്റവും സ്റ്റീപ്പ് ആയിട്ടുള്ളത്. ബാക്കി ചുമ്മാ നടന്നു കയറാം. നമുക്ക് ഇങ്ങനെ കാണാം വഴി കിടക്കുന്നത്, നമുക്ക് വ്യൂ പോയിന്റും കാണാം, പക്ഷെ അങ്ങോട്ട് എത്തുന്നുണ്ടല്ലോ. അയ്യോ, ഞങ്ങള് ഒരു പോയിന്റിൽ ഇത് ക്യാൻസൽ ചെയ്താന്ന് ആലോചിച്ചായിരുന്നു, ലൈക്ക് ചോപ്തയിലോട്ട് വരുന്നത്. കാരണം ചോപ്തയിലോട്ട് വരാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ട്രാവലിങ്ങും താഴെ നിൽക്കുന്നതും 6 പേരുടെ ഷെയർ ചെയ്ത് കുറേ എഫേർട്ട് ഇട്ട് ഈ സാധനത്തിന് ഒരു സൺറൈസിന് വേണ്ടി. അതിന്റെ കൂടെ ഇന്നലെ മഴയും കൂടെ പെയ്തപ്പം ഞങ്ങൾ 11:30 അസെൻഡ് ചെയ്യാൻ താഴെ തുടങ്ങാനായിരുന്നു ട്രെയിനിൽ. ഞങ്ങൾ ഇറങ്ങിയത് 2:30. കാരണം 2 hours ഫുള്ള് മഴയായിരുന്നു. ഞാൻ മഴ ഇടയ്ക്ക് കാണിച്ചായിരുന്നു. പട്ടിക്കുട്ട് അവിടെ നന്ദാദേവി പീക്ക് ഉണ്ട്. അയ്യോ, അതേലോട്ടാ
ആ സൂര്യന്റെ വെട്ടം അടിച്ചിട്ടുണ്ടല്ലോ, ഒരു ഗോൾഡ്, ഒരു സൈഡിലൊരു ഗോൾഡ്. ഞാനത് പറഞ്ഞു, നമ്മുടെ ക്യാമറയിൽ അത്ര അത് കിട്ടത്തില്ല, അത്ര സൂമിൻ ചെയ്യുന്നു. പക്ഷെ കണ്ണുകൊണ്ട് കാണുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഗൂസ് ബംസ് വരും. ശരിക്കും അത് പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് ഗൂസ് ബംസ് ശരി. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ എനിക്ക് അറിയത്തില്ല. അത് ആ ഹിമാലയാസിന്റെ ഒരു സൈഡിലോട്ട് ഫുൾ ഇങ്ങനെ ആ ഗോൾഡ് ഗ്രേഡിയന്റ് സാധനം. സോ ഗുഡ്. ശരി, പോവാൻ തോന്നിട്ട് ഇവിടെ തൊണ്ടയൊക്കെ അടയുന്നു. ഞങ്ങളത് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക, ഒന്നും കാണുന്നില്ല, ഫുൾ ഫോഗ്, വഴിയൊന്നും കാണത്തില്ല. നമ്മൾ ഇതിലെ ആ വഴി, പക്ഷെ എങ്ങനെയാണോ എന്തോ നല്ല അടുത്തെല്ലും തോറും കൂടുതൽ കാണും. വ്ളോഗ് എടുത്ത് ഞങ്ങൾ മിക്കവാറും ഈ വഴിക്ക് വെള്ളോട്ട് പോകുന്നത്. ഇന്നലെ രാവിലെ കയറിയവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഫുൾ ക്ലൗഡ്സ് ആയിരുന്നു, അവരൊന്നും കണ്ടില്ലെന്ന്. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. 9:45 ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വരുവാണെങ്കിൽ തലേ ദിവസം വൈകിട്ട് വന്ന് നിന്നിട്ട് അടുത്ത ദിവസം ഏർലി മോർണിംഗ് ട്രെക്ക് ചെയ്യാനുള്ള പ്ലാന് മാത്രം വന്നാൽ മതി. അതാ ബെസ്റ്റ് പ്ലാൻ. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ക്ലൈമറ്റിന്റെ ഇതിരിക്കും. ബൈ ബൈ. ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, കുളിച്ച് റെഡിയായി. ഇനിയും ഋഷികേശിലോട്ടുള്ള വണ്ടി പോവുക. ഫ്രഷ് ആയ ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. തണുത്ത വെള്ളം തലവഴി. അതും ആ മല കയറി ഇറങ്ങിയിട്ടുള്ള ക്ഷീണവും കൂടെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ. ഇനി ഞങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ ഋഷികേശിനോട്ടുള്ള വണ്ടി എടുക്കാണ്. എന്നിട്ട് അവിടുന്ന് മസൂറി. ഇവരുണ്ട് നമ്മളോടത്ത് ഋഷികേശ് വരെ. ചലോ ഇനിയും കഴിച്ചിട്ട് ടാക്സിയിലോട്ട് കയറാം. ഓക്കെ. ഒരാള് കൊടുക്കുന്ന എത്ര ഗസ് ചെയ്തു? 1250 രൂപ.